കുറച്ച് ദിവസമായിട്ട് ഈ പനീർ നമ്മളെ വീട്ടിൽ ഇരിക്കുവാണ്. ഇനിയും ഇതിവിടെ ഇരുന്ന് വീട്ടിൽ പോരാടി ഇത് സീനാക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്ന് പനീർ ബട്ടർ മസാല വെക്കാമെന്ന് വിചാരിച്ചേ. അതിൻ്റെ ഇടയിലാണ് ഇതാ ഇവിടെ ഒരാൾ വന്നിരിക്കുന്നത്. അവൻ വിചാരിച്ച് വല്ലതും കാര്യമായിട്ട് ഞാൻ മീൻ വല്ലതും വെക്കുവാണോ എന്ന് വിചാരിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ അവനുള്ളതൊന്നും ഇവിടെ ഇല്ലായിരുന്നു. അവന് കുറച്ച് മീൻ പൊരിച്ച് ഇവിടെ ബാക്കിയുണ്ടായിരുന്നു, അതെടുത്ത് കൊടുത്ത് അതും തിന്നിട്ട് ആശാൻ പോയി. അപ്പം നമുക്ക് പനീർ ഒന്ന് റെഡിയാക്കി എടുക്കാമേ. ആദ്യം തന്നെ പനീർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണേ. ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാമേ. ആദ്യം തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി ഇവയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഒന്ന് ഇടാമേ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ആ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ ചൂട് മാറാനായിട്ട് കുറച്ച് നേരം ഒന്ന് വെളിയിൽ വെച്ചേക്കണേ. അല്ലെങ്കിൽ ചൂട് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ പാടാണ്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മളെ ചപ്പാത്തി ഒന്ന് റെഡിയാക്കി എടുക്കാമേ. ചപ്പാത്തി എനിക്ക് ഏട്ടനും വേണ്ടിയിട്ട് മാത്രമാണ് ഇരിക്കുന്ന, വീട്ടിൽ വേറെ ആരുമില്ല, അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി റെഡി ആയപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച മസാലയുടെ ചൂടൊക്കെ പോയി. ഇനി നമുക്കതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാമേ. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചട്ടിയിൽ ആ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ബട്ടറും കൂടെ ഒഴിച്ചിട്ട് ബട്ടർ നന്നായിട്ട് മെൽറ്റായി ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു ഗ്രാമ്പും കറുകപ്പട്ടയും ഇട്ട് കൊടുക്കാമേ. അതിനുശേഷം നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച മസാലയില്ലേ അതൊന്ന് ഒഴിച്ചു കൊടുക്കാമേ. അതൊന്ന് ഒരുവിധം വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ പനീർ ഒന്ന് ഇട്ട് കൊടുക്കാമേ. പനീർ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരണം. ഇതിലേക്ക് നമുക്കൊന്ന് അണ്ടിപ്പരിപ്പ് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് ആക്കിയിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. എനിക്കത് ഇല്ലാത്തതുകൊണ്ടാണ് ഒഴിച്ചെടുക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീമും ഒഴിക്കാമേ, അതും നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ചപ്പാത്തിയുടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ. സത്യത്തിൽ പനീർ നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നന്നായിട്ട് ഇതായി വരുന്നുണ്ടായിരുന്നേ. നല്ല സോഫ്റ്റ് ആയിരുന്നേ പനീർ, നല്ല ടേസ്റ്റ് ആയിരുന്നേ. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.